മാനിഫെസ്റ്റ് ചെയ്യുന്നു, അവയർനെസ് ഉണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നു, തിരിച്ചങ്ങോട്ട് പോകുന്നു, അതെല്ലാം ഉണ്ട് അവിടെ. ഇത് ഒരു റോളും ഇല്ലാതെ പുരുഷ എന്നൊരു കോൺസെപ്റ്റ് അത് ഈ ഐഡിയയിൽ നിന്നാണ് ഞാൻ ചോദിച്ചില്ല ഒരു ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദെയർ ബിഫോർ ദി ബിഗിനിങ്? that emptiness is പുരുഷ. അതില്ലാതെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പുരുഷൻ സാക്ഷിയായി. പുരുഷ റിമൈൻ ആസ് ദ വിറ്റ്നസ്. അതില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അതെ പറഞ്ഞില്ല. ഞാൻ ഒരുപാട് കാലം ഇതിനെക്കുറിച്ച് വലിയ പ്രശ്നമായിരുന്നു. അപ്പൊ ഈ പുരുഷനാണോ ബ്രഹ്മൻ എന്ന് പറയുന്നത്? ഈ പുരുഷനാണ്. പിന്നെ ലേറ്റർ times philosophers came and they said that this is Brahman. അപ്പോൾ ബ്രഹ്മൻ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്ലെസ്. You cannot attribute anything on Brahman. But Brahman is beyond space, time, cause, effect. It is one, it is eternal, it is immobile, it is always there, and it remains as the witness. വന്നത് ഒരു പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാം കഴിഞ്ഞിട്ടാണോ വീണ്ടും ബ്രഹ്മനിലേക്ക് പോകുന്നത്? എങ്ങനെ പ്യൂരിഫിക്കേറ്ററി? പുരുഷൻ വന്ന് പ്രകൃതിയായി മാറി. ഈ പ്രകൃതി വീണ്ടും ഏതെങ്കിലും പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാം കഴിഞ്ഞിട്ടാണോ ബ്രഹ്മനിലേക്ക് തിരിച്ചു പോകുന്നത്? അത് സാഹിത്യം അത് കണ്ടില്ല. ആ പ്രോസസ്സാണോ നമ്മുടെ ലൈഫ്? അതന്നെ. അത് സാഹിത്യയുടെ ടൈമിൽ ആ ഐഡിയ ഇല്ല. അതൊരു പോയിന്റാണ്. നമ്മളിങ്ങനെ പതുക്കെ ഈ ഫിലോസഫി ഈസ് അഡ്വാൻസിങ്. So during the time of Sankhya, that idea was not at all there. Prakriti Purusha Layana, refinement of Prakriti and dissolving in Purusha, that idea was not at all there. Sankhya believed everything get back into Mula Prakriti and remain there. Purusha always remain as the background, as the witness. This idea has not come. Then that is why there was room for later philosophers to explore a little more. So when it came to the yoga philosophy time, they have seen that no, it must be not like that. The Prakriti can merge with Purusha. This is what you said. And that is an advancement of Indian thinking. And that is the yoga philosophy. Later, it came later. പുരുഷനിലേക്ക് ലയിക്കണമെങ്കിൽ എവിടെയൊരു അത് പുറത്തേക്ക് വരുമ്പോ സംതിങ് ആ വൈബ്രേഷൻ മാറണം. ലീല എന്നൊക്കെ വിളിക്കുന്നത് ഇതാണോ? ലീല എന്ന് പറയുന്നത് അപ്പൊ ആ ഐഡിയ എന്ന് പറയുന്നത് കുറെ കൂടെ കഴിഞ്ഞിട്ടാണ്. ഈ ലീല എന്ന് പറയുന്നത് ഈ ഇല്ലാത്ത ഒരു കാര്യത്തിന് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നമുക്ക് തോന്നിച്ചുകൊണ്ടിരിക്കും. അതിനാണ് മായാവാദം. അത് പിന്നെയാണ് വന്നത്. മായാവാദം വരുന്നത് പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആയിരം വർഷങ്ങൾക്ക് ശേഷം, 1000 അല്ല 1500 വർഷത്തിന് ശേഷം അങ്ങനെയാണ് അങ്ങനെ വരുള്ളത്. അത് പിന്നെ നന്നായിരിക്കും. പുരുഷൻ എന്ന് പറയുന്ന രൂപമില്ലാത്തത് ആ പുരുഷനിൽ നിന്ന് പ്രകൃതിയിലേക്ക് വരുന്ന രൂപങ്ങളാണ്. വീണ്ടും രൂപമില്ലാത്ത ഭാവത്തിലേക്ക് പോകാം. സാഖ്യ പറയുന്നു അത് രൂപമില്ല, മൂലപ്രകൃതിയായിട്ട് വന്നിരിക്കും. സത്വരജ ഗുണങ്ങളായിട്ട് അവിടെ വന്നിരിക്കും. അത് തിരിച്ചങ്ങ് ഈ സോഴ്സിലോട്ട് ലയിക്കുന്നതായി പറയുന്നില്ല. ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത് പറയുന്നില്ല. എന്നാൽ 2 പ്രിൻസിപ്പിളാണുള്ളത്. ഒന്ന് പുരുഷൻ, ദ അതർ ഇസ് പ്രകൃതി. പുരുഷൻ വിൽ റിമൈൻ as Purusha and Prakriti will at the end of the manifestation it dissolves into Mula Prakriti. ഈ തമ്മിലുള്ള മർദ്ദത്തിനെ കുറിച്ച് അന്ന് കണ്ടില്ല. അത് ലേറ്റർ ഫിലോസഫേഴ്സാണ്. അവിടെ അപ്പോൾ റൂമുണ്ട്. അവിടെ പിന്നെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ റൂമുണ്ട്. ആ റൂമിൽ കൂടെയാണ് നമ്മുടെ പതഞ്ജലി, അദ്ദേഹത്തിൻ്റെ യോഗി ആളുകൾ
കടന്നത്. അപ്പോൾ അവർ നോക്കി ദർ മസ്റ്റ് ബി എ പോസിബിലിറ്റി ഫോർ ദ നേച്ചർ ടു ഡിസോൾവ് ഇൻ പ്രകൃതി. ശിവശക്തി So സംയോഗം. the purificatory program should be there to അത് dissolve. അതുണ്ടാകും. അല്ലെങ്കിൽ അതിൽ പോകില്ല. ആ പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാമാണ് ഈ ലൈഫ് എന്ന് പറയുന്നത്. ഇതിനകത്തൂടെ റിഫൈൻ ചെയ്ത് ആ സോഴ്സിലേക്ക് എത്തണം. എന്തോ ഒരു ഹെവിനെസ് ഉണ്ട് ഈ അവയർനെസ്സിന്. ആ ഇഗ്നോറൻസ് അങ്ങ് മാറിക്കഴിയുമ്പോൾ ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല, ഞാൻ എപ്പോഴും ഉള്ളതാണ് എന്ന അവയർനെസ്. Fullness. ആ അവയർനെസ്സിലേക്ക് വരും. ആ അവയർനെസ്സിലേക്ക് എത്തിക്കും. ആ എത്തുന്നതിനാണ് നമ്മൾ ഈ റിയലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല, വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരാള് മുന്നേ ഉണ്ട് പല രൂപത്തിലെന്നാണോ വിജയന്റെ അങ്ങനെ കൂടെയാണോ? ഒരു feeling ഉണ്ടോ? വിജയൻ. അതായത് ഇല്ല. ഇങ്ങനെ different forms-ലൂടെ purificatory ആയിട്ട് നമ്മുടെ പല ജീവികളായ അങ്ങനത്തെ പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടാണോ ഈ അല്ല, അത് വേറൊരു ഐഡിയയാണ്. സാൻസ്ക്രിറ്റ് അങ്ങനെ ഇല്ല. പക്ഷെ വേറൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ എവല്യൂഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഇപ്പം ഫ്രീ നമ്മളിങ്ങനെ എടുത്ത സയൻറ്റിഫിക് വേ അറ്റ് ദ ബിഗിനിങ് ദർ വാസ് qualities. If you rely upon Sankhya, there was qualities. Somehow there happened some particles, energy particles, and particles combined together, form the molecules, molecules into compounds. Compounds at certain points combine in special ways that it starts to show the character of life in it. അപ്പോൾ ഈ മെറ്റീരിയൽ ഈ ഇനോർഗാനിക് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഈ slowly move to like an organism level, like virus, bacteria, or small organisms evolve. Then when small organisms evolve, they have an idea why it evolved. They were all trying to get back into the source. Everything was trying to get back into the source. അത് ഇങ്ങനൊരു സ്റ്റോറി കൂടെ ഞാനത് കണ്ടിട്ടുണ്ട്. ആ സ്റ്റോറി എന്ന് വെച്ചാൽ when the awareness and consciousness was one and the same, but there is something which was there in the oneness which we can call as awareness, and this awareness in itself is inherently having the feeling to know. So when it wants to know, it understood that it is separate from something. When it was separated from something, that feeling came for the awareness. It wants to re-establish unity. So it jumped to get back into the unity. Already, when it started to feel it is separate, there evolved space and time and cause and effect. And once it was evolved, when it was jumping to get back, it was caught by the spokes of time and space. Thereby, it could not establish unity. Can you follow? And that is why it started to move in a different movement. So it went on trying to re-establish. Every time it trying to re-establish, something else has come out. Re-established a higher unity, To union with the consciousness. a higher something. No, consciousness. There is a feeling in every human to be bigger, to be rich in money, to rich in power, to rich in strength. So is that an inherent quality of being something rich is the inside? ഇപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് എടുക്കാം. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് സംതിങ് വേർ നോ ഹ്യൂമൻസ് വാസ് ദർ, no animals were there, no organisms were there. There was only emptiness and some quality. So all these questions comes later when the organisms evolve. But at the beginning, in the nature, there was some inspiration to know.
when it tries to awareness wants to know itself, it understood that it is separate from the consciousness. Because awareness is a movement, consciousness is stillness. So it starts to know that it is separate from that. It's just a knowing of the awareness. As it understood it is separate, inherently it wants to establish union. So it jumped like a leap, it took a leap to get back into the source, like a story. And in that, already in that leap, it was not established union because already in the awareness of the awareness, there was the idea of space, time and cause and effect. So there is a space between. So when it jumped, it lost. So it tried to jump and get back. In this process, new and new things he learned. Like for example, free proton, neutron, electrons and all these things, they were all free. Atom was not involved. There were small lights or particles. And these particles, they started to combine each other. Why? Combine means they wanted to get into the other one. So when it started to jump and they got attracted and they remained together. Maybe a proton-neutron complex. And so the other free electrons and things like that, they started to jump back into the source. And they got around the proton-neutron complex. So it becomes an atom. So atom cannot remain as atom because when something else is coming closer to that, they were having the inherent tendency to establish union. So it jumped towards that and they got together. And so these, see, it is expanding now. A particle is making a colony of particles. And thereby molecules evolve. And molecules are not simply staying as it is. Hydrogen molecule and oxygen molecule, when they come together, they were having the inherent tendency to establish union because that is their motto. They tried and then water came. See, something else has come. It was trying to establish union with the base, but instead something else has come.